ഹലോ, ഫോർത്ത് വ്ളോഗുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ജെം ഗാലറി കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത് ഫുക്കറ്റ് ഓൾഡ് ടൗണിലേക്കാണ്. ഫുക്കറ്റിലെ പുരാതനമായ ടൗണ്, അതുപോലെ തന്നെ ഫുക്കറ്റിലെ ദിബൂഗ വാക്വേ എന്ന് പറഞ്ഞ വാക്വേയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അതിലൂടെ കടന്ന് അപ്പുറം എത്തുമ്പോഴാണ് നമ്മൾ ഫുക്കറ്റ് ഓൾഡ് ടൗണിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്ന ആ ഒരു വാക്വേയിൽ ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസ്, എല്ലാ തരത്തിലുള്ള സ്റ്റേഷനറി ഐറ്റംസ്, ടോയ്സ്, ഗിഫ്റ്റ്സ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്, കമ്മലുകൾ, ഇയർ റിങ്സ്. പക്ഷേ ഇതിനൊക്കെ എല്ലാത്തിനും അത്യാവശ്യം നല്ല ബാത്ത് ഉണ്ട് കേട്ടോ. അതായത് അവിടെ എല്ലാം ബാത്തായിട്ട് ഇന്ത്യൻ റുപ്പി പോലെ അവിടെ ബാത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 100 ബാത്ത്, 250 ബാത്ത്, അങ്ങനെ 250 ബാത്ത്, അവിടുത്തെ 250 രൂപ, അങ്ങനെയൊക്കെ പല പല റേറ്റാണ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാഷായിട്ട് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള കടകളിലൊക്കെ കാർഡുകൾ ആക്സെപ്റ്റ് ചെയ്യില്ല, ക്രെഡിറ്റ് കാർഡൊക്കെ. ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അവിടുത്തെ കറൻസിയായ തായ് ബാത്ത് കയ്യിൽ വെക്കണം. അപ്പോൾ നമ്മൾ ആ വാക്വേയിലൂടെ കടന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും മെയിൻ ഒരു ഇതുപോലത്തെ വഴിയിലെത്തും. അവിടെ ഇതുപോലെ ഒരുപാട് സ്ട്രീറ്റ്സ്, കഫേസ് ഒക്കെയാണുള്ളത്. പിന്നെ അവിടുത്തെ എന്ന് പറയുമ്പോൾ പഴയ ഈ ബിൽഡിങ്ങിൻ്റെ സെറ്റപ്പാണ് അവിടെ. അതായത് ഈ പോർച്ചുഗീസ് ടൗണിലൊക്കെ പോയ പോലെ ഒരു ഫീല് കിട്ടുന്നതാണ് ഈ ഫുക്കറ്റ് ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. അതായത് പഴയ പുരാതനമായ ഒരുപാട് ബിൽഡിങ്സ്. പിന്നെ എല്ലായിടത്തും അവിടെ സീബ്ര ക്രോസ് ലൈൻസ് ഒക്കെ ഉണ്ട്. നമ്മളതൊക്കെ കറക്റ്റായിട്ട് അവിടെ പാലിച്ച് അതിലൂടെ ക്രോസ് ചെയ്തൊക്കെ പോകും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും അല്ല. അവിടുത്തെ റോഡുകളൊക്കെ ആണെങ്കിൽ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കഫേസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കഫേസ് ഉണ്ട്. ഹൗസ് ഓഫ് കഫേ, അങ്ങനെ ഒരുപാട് വെറൈറ്റി കഫേസ്, ഡ്രസ്സസൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് കാണും. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫോട്ടോസ്, ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫുക്കറ്റ് ഓൾഡ് ടൗണിലൂടെ നമുക്ക് ഇത്ര നിശ്ചിതമായിട്ടുള്ള സമയമാണ് നമുക്ക് തരുന്നത് ടൂർ പാക്കേജുകാർ. 1 അവർ, 2 അവേഴ്സ്, 3 അവേഴ്സ് കണ്ട് ഒരു സ്പോട്ടിൽ നമ്മൾ ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് അതേ സ്പോട്ടിൽ വരാൻ പറയും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് മൊത്തം ആ ടൗണിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് വരാം. അപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന കുറേ സ്ഥലങ്ങൾ തപ്പി ഞങ്ങൾ പോയി ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടി ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുത്തു. ഇതാണ് അതിലൊന്ന്, ഒരു ഫ്ലവർ വെച്ച സ്ഥലം. അങ്ങനെ അവിടെ ഞങ്ങൾ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ കൂടെയുള്ള ഗ്രൂപ്പ് ഫോട്ടോ, സിംഗിൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുക്കറ്റ് ഓൾഡ് ടൗൺ നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.